മാന്യ പ്രേക്ഷകർക്ക് ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. തിരുമുല്ലവാരം കടപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. തിരുമുല്ലവാരം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. സാധാരണ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും കൊല്ലത്ത് തിരുമുല്ലവാരത്ത് ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്. ചന്ദ്രൻപിള്ള ചേട്ടന്റെ ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടലിൽ എന്തെല്ലാമാണ് സ്പെഷ്യൽ എന്നെല്ലാം അറിയാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും ചന്ദ്രൻ ചേട്ടന്റെ കടയിലേക്ക് നമുക്ക് പോവാം. ഇന്നത്തെ സ്വാദിഷ്ടമായ ടേസ്റ്റ് ടൈമിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വിഭവം ഏതാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കും ആകാംക്ഷയുണ്ട്, ഒപ്പം പരിചയപ്പെടുത്താൻ എനിക്കും ഒരു ചെറിയ ആകാംക്ഷയുണ്ട്, ഒപ്പം കഴിക്കാൻ. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങളേവരെയും ഈ യാത്രയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മോന്റെ പേരെന്താണ്? ഉണ്ണി. ഉണ്ണി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 5-ല്. അപ്പൊ 4ാം ക്ലാസ് ജയിച്ചോ? ആഹാ. മോന്റെ പേര്? അരുൺ. അരുൺ എത്ര ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലാണോ? ഇനി 4ാം ക്ലാസ്സിലേക്ക് പോകും. എന്തായാലും അരുണും ഉണ്ണിയാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത്. കാരണം വലിയ 2 കൂട്ടുകാരെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ കടപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പിടിച്ചുകൊണ്ട് വന്നത്. ഇവർ പറഞ്ഞു ഏറ്റവും നല്ല കട, ആഹാരം കഴിക്കാനാണെങ്കിൽ ഏറ്റവും നല്ല കട ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചന്ദ്രൻപിള്ള ചേട്ടന്റെ കടയാണ്. അല്ലേ? ചന്ദ്രൻപിള്ള ചേട്ടൻ എവിടെയാണ്? വിളിച്ചോണ്ട് വരും. ആ ശരി, അവരകത്ത് നിന്ന് വിളിച്ചോണ്ട് വരും. ചന്ദ്രൻപിള്ള ചേട്ടൻ. എന്തായാലും ഉണ്ണി അരുണും ചന്ദ്രൻപിള്ള ചേട്ടനെ പറ്റി പറഞ്ഞു. ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ചന്ദ്രൻപിള്ള ചേട്ടൻ എത്ര നാളായി കട തുടങ്ങിയിട്ട്? 10-22 കൊല്ലമായി. അപ്പം ഇവിടെ എങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ് വരുന്നത്? വെളിയിൽ നിന്നൊക്കെയുള്ള ആൾക്കാരെ വരുന്നത്. ആലപ്പുഴ, തൃശ്ശൂർ, തിരുവനന്തപുരം, കോട്ടയം ഇങ്ങനെയൊക്കെയുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ, നമുക്കറിയാൻ മേത്ത ഉദ്യോഗസ്ഥന്മാരോടെ വരും. നമുക്കറിയാനേ ഒക്കത്തില്ല അവർ വന്നാല്. പിന്നെ അവരൊരു വേറെ പറയുമ്പോഴേ നമ്മൾ അറിഞ്ഞ് ഇന്നാരാന്ന് അറിയുന്നത് തന്നെ. ഒരുപാടൊക്കെ വെളിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. മട്ടൻ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. ഉണ്ണി അരുൺ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കേട്ടു ഇവിടെ നല്ല ഹോട്ടൽ ഏതാണെന്ന് കേട്ടപ്പോൾ പറഞ്ഞു അത് അങ്ങ് കുറച്ച് അകത്തോട്ടാണ്, പക്ഷെ അവിടെയാണ് എല്ലാവരും പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവര് തന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പം എന്തെല്ലാം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്? സ്പെഷ്യല് മീൻ പൊരിച്ച 2-3 സൈസ് കാണും. പിന്നെ ഞണ്ട് കറി കാണും, കൊഞ്ചു പൊരിച്ച കാണും, കക്കാത്തോരൻ കാണും, ഞണ്ട് കറി കാണും, പിന്നെ ചോറ്, കപ്പ ഉണ്ട്. മീനാണ് സ്പെഷ്യൽ മീനാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പൊ ആരെല്ലാം ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത് അതോ? ഒരു മട്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ എന്റെ ഇവിടെ വേറെ ആൾ നിപ്പുണ്ട്. പിന്നെ ഞങ്ങളെ വീട്ടുകാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഞങ്ങളെല്ലാവരും ചെയ്യും. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും ശമ്പളക്കാരോ അല്ലെ മുതലാളി ഒന്നുമില്ല, എല്ലാവരും തൊഴിലാളികൾ തന്നെ. അപ്പൊ അതാണ് ഒരു ഒത്തൊരുമയാണ് ഈ ഒരു നമ്മുടെ ഈ ഹോട്ടലിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അകത്ത് കയറി നമുക്ക് എന്തെല്ലാം കാഴ്ചകളെന്ന് കാണാം. അപ്പം ചന്ദ്രൻ ചേട്ടാ ഒന്ന്. കുഴപ്പമില്ല. ഓക്കെ ശരി. ഇവിടെ ഇതിന്റെ പണികളെല്ലാം നടക്കുകയാണ്. ഇത് സലാഡാണ്. ഓക്കെ ഓക്കെ. ഇത് കറി ഉണ്ടാക്കുന്നത്, ചോറിനുള്ള കറി ഉണ്ടാക്കുന്നത്. ഇത് ഓക്കെ. ഇത് എല്ലാ മീനിന്റെ കൂടെ ഈ സലാഡ് കൊടുക്കും. ഇത് രാവിലെ ചെയ്യാൻ തുടങ്ങുമല്ലോ ഇങ്ങനെ കംപ്ലീറ്റ്? എവിടെയാണ് മീനിന്റെ സെക്ഷൻ? പുറത്താണ്. ഇവിടെ ശരിക്കും മീനുകളാണ്. എനിക്കൊന്ന് 10-12 തരം മീനുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് എപ്പോഴാണ് രാവിലെ വാങ്ങിക്കുന്നത്? രാവിലെ 5 മണിയാകുമ്പോൾ പോകും. 5 മണിയാകുമ്പോൾ പോലെ. എവിടെയാണ് വാങ്ങിക്കുന്നത്? നീണ്ടാല പോലെ തേക്കക്കടപ്പുറത്ത് പോകും. ഇത് ഏതെല്ലാം മീനുകൾ? ഇത് പറ്റയെന്ന് പറയും. പറ്റ. അത് പറ്റ. മറ്റേ നെമ്മീൻ ചൂര. ഇതെന്താ ഫ്രൈ ചെയ്യാണോ ചെയ്യുന്നത്? ഫ്രൈയും ചെയ്യും, കറിയും വെക്കും. പറ്റ പിന്നെ തല വെട്ടി കറി വെക്കും, ബാക്കി പൊരിക്കാൻ എടുക്കും. ഇതെന്ത് മീനാണ്? അത് മുരലെന്ന് പറയും. മുരല്. ഇതും കറിയും രണ്ടും. ഇതും പൊരിക്കുമെങ്കിൽ കറിയും വെക്കാം. ഇതെന്താണ് ഈ മീൻ? അത് പാല. ഇത് ഇങ്ങനെയുള്ള മീനുകളാണല്ലോ. ഇങ്ങനെയുള്ള മീനാ മിക്കവാറുള്ള ദിവസങ്ങളിൽ കിട്ടുന്നത്. ഇത് ആവോലിയാണ്. കറുത്താവോലി. ഇത് മുഴുവനായിട്ടാണോ ഫ്രൈ ചെയ്യുന്നത്? മുഴുവനായിട്ട് ഫ്രൈ ചെയ്യും. ഇത് വിളമീൻ എന്ന് പറയും. വിളമീൻ. ഇത് അഴുക. ഇങ്ങനെ പിടിക്കുക, നല്ല മുഴുവൻ കഴിയും. അഴുക എന്താ ചെയ്യുന്നത്? അഴുക ഇങ്ങനെ മൊത്തം ചെറുമ്പൽ കഴിഞ്ഞിട്ട് മൊത്തത്തിൽ പോയിരിക്കും. ഇത് പ്രാച്ചി മീനാണ്. ഇവിടെ കാണുന്ന മീനുകളൊക്കെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പുതുമയുള്ള മീനുകളായിരിക്കും. സാധാരണ ഇപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങിക്കുന്നത് ചെറിയ വേറെ അയല അങ്ങനെയുള്ള മീനുകളെല്ലാം വാങ്ങിച്ച് നമ്മൾ കാര്യം കഴിക്കുമെങ്കിലും എല്ലാ വെറൈറ്റി ആയിട്ടുള്ള മീനുമാണ് ചേട്ടൻ്റെ കടയിൽ. ഇത് തേടാണ്. തേട് കൈ മുള്ളു കൊള്ളല്ലേ, സൂക്ഷിച്ച് പിടിച്ചോണം. തേട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിന്റെ എല്ലാം കാണിച്ചു. ഭയങ്കര മനോഹരമായ ഞണ്ടുകൾ ഇവിടെയുണ്ട്.
ഞണ്ടാണ്. ഇപ്പൊ കായൽ ഞണ്ട്, ജീവനുള്ള ഞണ്ടിനാണ് ഇട്ടിരിക്കുന്നത്. ഈ കായൽ ഞണ്ട് എന്താ ചെയ്യുന്നത്? കായൽ കറി വെക്കും. കറി വെക്കും. ഓക്കെ. അപ്പോ ഇവിടുത്തെ മീനിന്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോ ചേട്ടാ, ഇന്ന് നമ്മുടെ ടേസ്റ്റ് ടൈം പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് വിഭവമാണ് പരിചയപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പോകുന്നത്? ആദ്യമേ നമുക്ക് ഈ വറ്റ വെട്ടി തല കറി വെച്ച് തരാം. ആ വലിയ മീൻ? വലിയ മീൻ. ഓക്കെ. അപ്പൊ വറ്റ മീനിനെ നമ്മൾ വെട്ടി കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം പിന്നെന്താ ചെയ്യുന്നത്? പിന്നെന്താ ആവശ്യമുള്ള പിന്നെ ഈ നെമ്മീൻ ചൂട പൊരിക്കാം, പിന്നെ ഈ വേളാവ് വേണമെങ്കിൽ പൊരിച്ചു തരാം, ബോലിൽ പൊരിക്കാം, ആവോല് പൊരിക്കാം, വിളമീൻ പൊരിക്കാം, പിന്നെ പ്രാച്ച് പൊരിക്കാം, ഈ അഴുക പൊരിക്കാം, തേട് കറി വെക്കാം. ഓരോന്നിന്റെ ചെയ്യാൻ വേണ്ടി ചേട്ടൻ റെഡിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ചേട്ടൻ പറഞ്ഞ അതുണ്ടല്ലോ, വലിയ മീൻ, അതിനെ നമുക്ക് അങ്ങോട്ട് കറി വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ആ മീനിനെ എടുത്തോണ്ട് അരിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് പോവാം.